സെന്റ് ജുവലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട വനിതാ പട്ടികജാതി സംവരണ വാർഡായ മണലിൽ 2ാം വാർഡിൽ വ്യത്യസ്തമായ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി BJP. ഏരൂർ പഞ്ചായത്തിൽ മണലിൽ പാറവിള പുത്തൻവീട്ടിൽ അനിമോന്റെ ഭാര്യ മഞ്ജു RB-യാണ് ഈ വ്യത്യസ്തമായ ഒരു BJP സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയാണെങ്കിലും അങ്ങനെയങ്ങ് അടങ്ങിയിരിക്കാൻ കഴിയില്ല മഞ്ജുവിന്. കാരണം ഉത്തരവാദിത്തം ബോധമുള്ള ഒരു വീട്ടമ്മ കൂടിയാണ് അവർ. മറ്റുള്ളവർ വോട്ട് ചോദിച്ചു വീടുകൾ കയറി ഇറങ്ങുമ്പോൾ വീട്ടിലെ പ്രാരാബ്ധം കാരണം ഈ വീട്ടമ്മ സമീപ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിൽ ജോലിക്ക് പോകുന്നു. ഈ സ്ഥാനാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഇത് നമ്മുടെ ഏരൂർ പഞ്ചായത്തിൽ 2ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മഞ്ജു എന്ന ഒരു കാൻഡിഡേറ്റാണ്. ഇപ്പോൾ മഞ്ജു ഇവിടെ മണലിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ കൃഷിയിടത്തിൽ സാധാരണയായിട്ട് ആണുങ്ങളൊക്കെ ചെയ്യുന്ന ജോലികളാണ് ഈ പ്ലാറ്റ്ഫോം ചിരണ്ടക്കം എന്നൊക്കെ പറയുന്നത്. അത് അവർ ചെയ്ത ജോലിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഏത് ജോലികളും മനുഷ്യന് കഴിയും എന്നുള്ളതിൻ്റെ ഒരു സോദാഹരണമാണിത്. ഇപ്പോൾ നമുക്ക് മഞ്ജുവായിട്ട് നമുക്ക് അല്പം സംസാരിക്കാം. മഞ്ജു ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിയിടത്തിൽ തന്നെയാണ്, തോട്ടത്തിൽ തന്നെയാണ്. മഞ്ജുവിനോട് നമുക്ക് സംസാരിക്കാം. ഹലോ മഞ്ജു, ഇതാർക്കാണ് ജോലി ചെയ്യുന്നത്? പുത്തൂത്തടം ഷാജിച്ചാൻ്റെ ചേട്ടന്. പുത്തൂത്തടം ഷാജിച്ചാൻ്റെ ചേട്ടന്. നിങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് എന്ത് ചെയ്തിരുന്നു? ഇതേ പണി തന്നെ, വാഴ കൃഷിയും ഇങ്ങനെ ഒരു ഇങ്ങനെ അയ്യങ്ങൾ ചിരണ്ടാനും കക്കുസൂരി എടുക്കാൻ എന്ത് പണിക്കും ഏത് ജോലി കിട്ടി കഴിഞ്ഞാലും പോകുമല്ലേ? നിങ്ങളുടെ കുടുംബനാഥൻ എന്താണ് ജോലി? കൂലിവേലയാ. എത്ര മക്കളുണ്ട്? 2 പേര്. 2 പേരും എന്ന് പറയുന്നത് രണ്ടും ആണുങ്ങളാണോ അതോ ആണും പെണ്ണുമാണോ? എനിക്ക് 2 പെൺപിള്ളേർ. 2 പെൺകുട്ടികളാണ്. അവർക്ക് എന്തോ പ്രായം കാണും? മൂത്ത മോൾക്ക് ഇപ്പം 15 വയസ്സും ഇളയ മോൾക്ക് 13 വയസ്സും. ശരി. ഈ 2 കുട്ടികളെ നന്നായി വളർത്തുന്നതിന് വേണ്ടിയായിരിക്കും 2 പേരും കഷ്ടപ്പെടേണ്ടി വരും തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ നിങ്ങൾക്ക് ഒരു ദിവസം എന്ത് കൂലി കിട്ടും? 550, 600. അപ്പോൾ ഇപ്പോൾ ആണുങ്ങൾക്ക് ഒരു 800-850 രൂപ ശമ്പളമുള്ള സമയത്ത് നിങ്ങൾ 600 രൂപയ്ക്ക് ആണുങ്ങൾ ചെയ്യുന്ന ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാട് അങ്ങനെയാണ്. 2 പെൺകുട്ടികളെ വളർത്താൻ പഠനം കാര്യങ്ങൾ എല്ലാം. നിങ്ങൾ ഈ ഏരൂർ പഞ്ചായത്തിൽ 2ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? മത്സരിക്കുന്ന പറഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാടും ദുഃഖങ്ങളും ഞാൻ പൊതുവേ നമ്മുടെ പല ആൾക്കാർക്കും ഇത് കണ്ട് വരുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. അന്നേരം അവരുടെ ജീവിതം എൻ്റെ ജീവിതത്തെ പോലെയാണെന്ന് മനസ്സിലാക്കി എനിക്ക് ദൈവം സഹായിച്ച് ഒരു നല്ലൊരു നില കിട്ടുവാണെങ്കിൽ എല്ലാവരെയും ഞാൻ എന്നാ കഴിയുന്ന സഹായങ്ങൾ ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അതെന്തായിരുന്നു കിട്ടാതിരുന്നത്? പല അപേക്ഷകളും കാര്യങ്ങളും നമ്മുടെ ഗ്രാമസഭയ്ക്കൊക്കെ പോയി ഒരുപാട് അപേക്ഷകൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരുപാട്. എനിക്ക് കുടിവെള്ളമില്ല. നിങ്ങൾ ഈ പാർട്ടിപരമായ ഒരു ഭിന്നത, അതായത് പാർട്ടിപരമായ ഒരു ഇത് ഉള്ളത് കൊണ്ടാണോ നിങ്ങളെ അവഗണിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനെ പറ്റി നമ്മൾ പറയുവാണെങ്കിൽ അത് അറിയത്തില്ല. അതായത് ഈ ഇപ്പം ജയിച്ച പാർട്ടി ആരായി കഴിഞ്ഞാലും അവരുടെ പാർട്ടിക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ കൊടുത്ത ശേഷം നമുക്ക് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെടാത്ത നിങ്ങൾക്കൊക്കെ കിട്ടാതിരുന്ന് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവരെന്തോ നമുക്ക് തന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അപേക്ഷ കൊടുത്തില്ല. എനിക്ക് കുടിവെള്ളം പോലുമില്ല. എന്നിട്ട് ഇപ്പം ഞാൻ കുടിവെള്ളം പൈസ കൊടുത്താണ് ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വെള്ളം വരെ മേടിക്കുന്നത്. ഒരുപാട് അപേക്ഷകൾ ഞാൻ കൊടുത്തു. ഒരു കിണർ കുഴിക്കുന്നതിനായാലും അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഞാൻ കൊടുത്തു. പക്ഷേ നിങ്ങൾ ഈ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഒരു അംഗത്വം കിട്ടിക്കഴിഞ്ഞാൽ, പഞ്ചായത്ത് അംഗമായി നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ ജനങ്ങളെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചിരിക്കും. ഒരേപോലെ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടേണ്ടുന്നവർക്ക് തന്നെ നിങ്ങൾ കൊടുക്കാൻ. തീർച്ചയായിട്ടും
ആനുകൂല്യങ്ങൾ കിട്ടുന്നു. അതോ നിങ്ങളടങ്ങുന്ന സമൂഹത്തെ സേവിക്കാനാണോ നിങ്ങൾ താല്പര്യം? എല്ലാവരെയും. എല്ലാവരും. എന്റെ ജാതിക്കാരും പാവങ്ങൾ കാണും, മറ്റുള്ള ജാതിക്കാരും പാവങ്ങൾ കാണും. നിങ്ങൾ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ പോലുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വരുന്നവർക്ക് ഒരു സഹായം നമ്മൾക്ക് അറിയാവുന്നത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഇന്നടുത്ത് പോയി അത് ഇന്ന പേപ്പർ കൊടുക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പം അവർക്ക് ആ സ്നേഹം സന്തോഷം നമുക്ക് ഏറ്റവും വലുതാണ്. നിങ്ങൾ ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വീട് കിട്ടിയോ അതോ നിങ്ങൾ സ്വന്തമായി വെച്ചതാണോ വീട്? അന്ന് ഗവൺമെന്റിൽ നിന്നും നമ്മൾ പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നാണ് നമുക്ക് വീട് കിട്ടുന്നത്. വീട് കിട്ടി അത് നമ്മൾ ഒരുപാട് പൈസ ഞാനും എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു വീട് വെക്കുകയാണ് ഉണ്ടായത്. ശരി മഞ്ജു. ശരി മഞ്ജു, ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങൾ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്? ബി.ജെ.പിക്ക്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഭരിക്കുന്നതും ബി.ജെ.പി ആണല്ലോ. എനിക്ക് 2000 രൂപ വീതം എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ റേഷൻ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ഒരേ ആനുകൂല്യങ്ങൾ നമുക്ക് ഈ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പാർട്ടിയെ ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ്. ശരി മഞ്ജു, ഏരൂർ പഞ്ചായത്തിലെ 2ാം വാർഡിൽ വളരെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. കണ്ടല്ലോ ബി.ജെ.പിയുടെ ഈ സ്ഥാനാർത്ഥിയെ. ഈ സ്ഥാനാർത്ഥിയുടെ ദയനീയാവസ്ഥ കണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തി പുനലൂർ ന്യൂസിന് നൽകിയത് മഞ്ജുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളിൻ്റെ ഭർത്താവാണ്. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.